അച്ഛനെ ഉപേക്ഷിച്ച് മക്കൾ പോയതായി ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. വാടക വീട് ഒഴിയുന്നതിന്റെ ഭാഗമായാണ് ഒരു 3 ദിവസം മുൻപ് വീട് ഒഴിഞ്ഞു പോയത്. എന്നാൽ വീട്ടിൽ ശയ്യ അവലംബിയായ എന്ന് തന്നെ പറയാം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ മക്കൾ തയ്യാറായിട്ടില്ല. നഗരസഭാ വൈസ് ചെയർമാനും മറ്റും ഇതറിഞ്ഞ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 10 മാസം മുൻപാണ് ഈ വാടകയ്ക്ക് വീടെടുത്തിരുന്ന ആളുകൾ 10 മാസം മുൻപാണ് ഇവിടെ താമസമാക്കിയത്. 4 ദിവസം മുൻപാണ് ഇവർ ഇവിടെ നിന്ന് വീട് ഒഴിഞ്ഞു പോയത്. ശയ്യ അവലംബിയായ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കട്ടിലിൽ കിടപ്പിലാണ് അദ്ദേഹം. മരട് നഗരസഭാ പ്രദേശത്ത് ഉൾപ്പെടുന്ന പ്രദേശമാണ് തൃപ്പൂണിത്തുറ ഏരൂർ എന്ന് പറയുന്നത്. നമുക്ക് ഈ വീട്ട് ഉടമ തന്നെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. എത്ര നാൾ മുൻപാണ് ഇവർ ഈ വീട് വാടകയ്ക്ക് എടുത്തത്? 10 മാസം മുമ്പാണ് വാടകയ്ക്ക് വീടെടുത്തത്. 10 മാസം ആയി. പക്ഷെ വാടക തരാതെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ 4 മാസം മുമ്പ് ഒഴിയാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒഴിയാന്നും പറഞ്ഞ് നീട്ടി കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ പിന്നെയും അവര് പല പ്രാവശ്യം പോലീസുകാരോടും പറഞ്ഞ് നീട്ടി 1 മാസം കൂടി പിന്നെയും നീട്ടി. അങ്ങനെ 4 മാസം വാടക തരാനുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ രണ്ടാമത് ഞാൻ ചെന്നപ്പോഴത്തേക്കും പോലീസുകാർ അയാളെ വിളിച്ചതിന് ശേഷം അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ 2 ദിവസത്തിനുള്ളിൽ മാറ്റിക്കോളാം എന്നാ പറഞ്ഞത്. അച്ഛനെ മാറ്റിക്കോളാം? അല്ലല്ല, എന്നാണ് വീട് ഒഴിഞ്ഞതെന്നാണ്. അപ്പൊ ഇതിപ്പോ ഞങ്ങളോട് പറയാണ്ട് മിനിഞ്ഞാവുന്ന രാത്രി തന്നെ സാധനം മാറ്റിയിട്ടാണ് ഇന്നലെ പോലീസുകാരോട് പറയണത് ഞാൻ 2 ദിവസത്തിനുള്ളിൽ മാറിക്കോളാം എന്ന് പറയണത്. അപ്പൊ ഞങ്ങൾ വീട് ഒഴിഞ്ഞതിന് ശേഷമാണ് പോലീസിനോട് പറയുന്നത് വീട് ഒഴിഞ്ഞുകൊള്ളാമെന്ന് പറയുന്നത്. അതെ, പക്ഷെ അച്ഛനെ കൊണ്ടുപോയിട്ടുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ എനിക്ക് അറിയില്ലായിരുന്നു ഇവര് സാധനങ്ങൾ മാറ്റിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്നലെ ഇങ്ങനെ ഇതിനകത്തൊരാൾ കിടപ്പുണ്ട് ഇവിടെ ഒരു ദിവസമായിട്ട്. ഇന്നലെ രാത്രി തുടങ്ങി മിനിഞ്ഞാന്ന് രാത്രി തുടങ്ങി ഇന്നലെ രാത്രി ഇവിടെ ആയിരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ നിരുന്തിക്കാർ വാടകയൊക്കെ കൃത്യമായി ലഭിച്ചില്ല. കുറേശ്ശെ തരും, സമയം വൈകി തരും. അങ്ങനെ 6 മാസം തള്ളി നീക്കി. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല. പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ? പോലീസിനെ ഇന്നലെ രാത്രി ഞാൻ അറിയിച്ച് ഇന്നിപ്പോ രാവിലെ പോയിട്ട് റിട്ടേൺ കംപ്ലൈന്റ്. പ്രദീപ് ജോസഫ്, അച്ഛനെ സംസാരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണോ ഇപ്പോഴുള്ളത്? എന്തെങ്കിലും ചോദിച്ചാൽ പ്രതികരിക്കുമായിരിക്കുമോ? സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ അച്ഛാ? ഭക്ഷണമെല്ലാം കഴിച്ചിരുന്നോ? 2 ദിവസമായോ മറ്റെല്ലാവരും മാറിയിട്ട്? എന്തോ എന്ത് പറ്റിയത്? വീണതാണോ ഇത്? എത്ര കാലമായി? പേരെങ്ങനെയാ? എന്തോ ശരി, അവ്യക്തമായ സംസാരമാണ്. അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛനെ സംസാരിപ്പിക്കേണ്ട, സംസാരം ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ഏതായാലും ശയ്യ അവലംബിയാണ് എന്ന ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നു. പ്രദീപ് ജോസഫ് നേരിട്ട് കണ്ടതാണ്. അവിടെ പരിസരവാസികളൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് അവരോടങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞോ? അതായത് ഈ അച്ഛനെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് മക്കൾ തമ്മിലുള്ള തർക്കമോ മറ്റോ അവർക്കൊക്കെ അറിവുള്ളതാണോ? നമുക്ക് പരിസരവാസികളായ ചില ആളുകൾ എത്തിയിട്ടുണ്ട്. ഒപ്പം നഗരസഭയുടെ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. എന്തായിരുന്നാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വാർഡ് കൗൺസിലറായ പ്രദീപ് ഒപ്പമുണ്ട്. എപ്പോഴാണ് നിങ്ങൾ ഈ വിവരം അറിയുന്നത്? ഇദ്ദേഹം ഒറ്റയ്ക്കാണ്? രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക്. അപ്പൊ നമ്മള് ഇയാളിങ്ങനെ വിട്ടുപോകും എന്നുള്ള നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇവര് തമ്മിൽ ആങ്ങളെയും പെങ്ങന്മാർ 2 പേരുണ്ട് കേട്ടോ. അവർ തമ്മിൽ എന്തോ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ പെങ്ങന്മാർ കൊണ്ടുപോകും എന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ ദിവസം എന്നോട് ഇയാളെ എന്നെ വിളിച്ചു പറഞ്ഞത്. കാരണം ഈ വാടക ഒഴിയാത്തതിനെ സംബന്ധിച്ച് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്ത് പെങ്ങന്മാർ കൊണ്ടുപോകും അച്ഛനെ
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരാഴ്ച ഇപ്പോൾ നീട്ടിക്കൊണ്ട് പോകണത്. അതായത് ഈ കിടപ്പിലായിരിക്കുന്ന ഈ അച്ഛന്റെ പെങ്ങന്മാർ കൊണ്ടുപോയിക്കൊള്ളുന്നതാണ് മക്കൾ? മക്കളല്ല, അച്ഛൻ്റെ മക്കള്. അതായത് ഈ വീട്ടിലുണ്ടായിരുന്ന ആളുടെ പെങ്ങന്മാർ, അജിത്ത് എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ വാടകയ്ക്കാണ്. അദ്ദേഹത്തിന്റെ സഹോദരിമാർ കൊണ്ടുപോകുന്നുള്ളതാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്ര ദിവസം അവർ കൊണ്ടുപോയിട്ടില്ല. പെങ്ങന്മാരിടയ്ക്ക് വരും, ഒരു നല്ല ബന്ധത്തിലല്ല. പോലീസിന്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഇത് തുറന്ന് അച്ഛനെ കാണുകയൊക്കെ ചെയ്യുന്നത്. സഹകരണത്തിലല്ല. ആ പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അടിയന്തരമായി താലൂക്ക് ആശുപത്രിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. താലൂക്ക് ആശുപത്രി. അപ്പോൾ അവിടെ നിന്നുള്ള പാലിയേറ്റീവിൻ്റെ യൂണിറ്റ് ഇപ്പോൾ വരും. പാലിയേറ്റീവിൻ്റെ യൂണിറ്റ് വന്നാൽ നമ്മൾ താലൂക്ക് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ അവിടെ പരിചരണം കൊടുക്കും. അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് 1 ദിവസമായി കാണുമല്ലോ? ആയിട്ടുണ്ട്. ഇപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അയൽവക്കത്തുകാരാണ് ഇന്നലെ ഭക്ഷണം കൊടുത്തത്, അപ്പുറത്തെ വീട്ടുകാരാണ് ഭക്ഷണം കൊടുത്തത്. അപ്പോൾ നമ്മളിനിപ്പോൾ ഭക്ഷണവും പരിചരണവും നമ്മൾ താലൂക്ക് ആശുപത്രിയിൽ കൊടുക്കും. അതോടൊപ്പം വാർഡ് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു പരാതി ഇയാൾക്കെതിരായിട്ട് കൊടുക്കും. പോലീസിൽ കൊടുക്കും. കാരണം ഈ അച്ഛനെ ഇങ്ങനെ കിടപ്പ് രോഗിയായിട്ടുള്ള മനുഷ്യനെ ഉപേക്ഷിച്ച് പോയത് ശരിയായ രീതിയല്ല. അപ്പോൾ അതിനെതിരായി ഞാൻ ഇന്ന് തന്നെ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. അതൊരു പുതിയ നിയമം അനുസരിച്ച് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്കെതിരെ നിയമപരമായി നടപടിയെടുക്കാൻ സാധിക്കും. ആ നടപടികളെല്ലാം സ്വീകരിക്കേണ്ട കേസാണ് ഇത്. ഇയാൾ തന്നെ വാടകയും കൊടുക്കുന്നില്ല, വാടക കൊടുക്കാതെ അനധികൃതമായി താമസിക്കുകയും ചെയ്യുന്നു. അച്ഛനെ ഉപേക്ഷിച്ച് പോയി. അയാള് ടാക്സി ഡ്രൈവറായിട്ടാണെന്നാണ് അയാൾ പറയണത്. ആരായിരുന്നാലും അതല്ല, ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ കർശനമായ. നമ്മളിപ്പോ പാലിയേറ്റീവ് പ്രവർത്തകരെ നോക്കിയിരിക്കുന്നു. യൂണിറ്റ് ഇപ്പൊ തന്നെ എത്തും. അപ്പൊ അങ്ങനെ നമ്മൾ നഗരസഭ എന്നുള്ള നിലയ്ക്ക് ആ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള പാലിയേറ്റീവ് പ്രവർത്തകർ വൈകാതെ തന്നെ വീട്ടിലെത്തും. തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അയൽക്കാർ ഭക്ഷണം നൽകിയിരുന്നു ചില നേരങ്ങളിൽ എന്ന് പറയുന്നു. എന്തായിരുന്നാലും കിടപ്പിലായിരിക്കുന്ന വ്യക്തിയുടെ സംസാരം വ്യക്തമല്ല, അവ്യക്തമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സംസാരം കുഴഞ്ഞു പോകുന്ന രീതിയിലാണ്. ഞാൻ പേര് ചോദിച്ചപ്പോൾ പോലും അത്ര കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. 2 ദിവസം മുൻപാണ് മകൻ ഉൾപ്പെടെയുള്ള മറ്റ് കുടുംബാംഗങ്ങൾ വാടക വീട് ഒഴിഞ്ഞു പോയത്. അദ്ദേഹത്തോട്ടുള്ള എതിർപ്പ് മൂലമാണോ, എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകാത്തത് എന്നറിയില്ല. അല്പസമയത്തിനകം തന്നെ പോലീസും എത്തും. നഗരസഭാ അധികൃതർ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുമുണ്ട്. അല്ല, മക്കള് പോയപ്പോ ചേട്ടനെ കൂടെ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയോ? ഇപ്പൊ ഇവിടെ ആരെങ്കിലും ചേട്ടൻ ഒറ്റയ്ക്കാണോ? മക്കൾ വന്നോ? പിന്നെ ഇല്ല.